ഹലോ, ഇന്ന് നമുക്ക് ഹെന്ന ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 2 കാണാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബേസിക് എലമെൻറ്റ്സ് ആയിട്ടുള്ള ലൈൻസ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ക്ലാസ്സസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡോട്ട്സ് ആണ്. ഓക്കെ, ഡോട്ട്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോർമലിക്ക് ഈ ഡോട്ട്സ് എന്താ അത്ര വലിയ ഇതാണോ എന്ന് ചോദിക്കാം. പക്ഷേ ഡോട്ട്സിലും കാര്യമുണ്ട്. അതായത് നമ്മളൊരു പോയിന്റിൽ കൊടുത്തിട്ട് ഒന്ന് പ്രഷർ കൊടുത്ത് വേണം ഡോട്ട്സ് വരയ്ക്കാനായിട്ട്. അല്ലാണ്ട് നമ്മൾ പരത്തി വരയ്ക്കും പോലെ വരയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ലൈനിൽ ഡോട്ട്സ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലൈൻ വരച്ചതിന് ശേഷം ആ ലൈനിൽ ടിപ്പിൽ പോയിട്ട് ഒന്ന് പ്രഷറൈസ് ചെയ്യുക. പ്രഷർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഡോട്ട് നല്ല ഭംഗിയോടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലൈൻ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഡോട്ട്സ് വരയ്ക്കാൻ. നെക്സ്റ്റ് വൺ ഹംസ് ആണ്. ഹംസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പേര് പലർക്കും മനസ്സിലായിട്ടുണ്ടാവത്തില്ല, ബട്ട് ഹംസ് നമ്മൾ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഇതാണ് ഹംസ്. ഇപ്പോൾ ഒരു ലൈൻ ആദ്യം വരയ്ക്കുക. ഒരു തിൻ ലൈൻ വരച്ചതിന് ശേഷം ഷേപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാം. അപ്പം ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ടാവും. അതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ചും കൂടി വീതിയിൽ ഒരു ഷേപ്പിൽ വരയ്ക്കുന്നതിനെയാണ് ഫ്രിൽസ് എന്ന് പറയാം. ആ ഒരു ഷേപ്പ് വരച്ചതിന് ശേഷം മുകളിലായിട്ട് നമ്മൾ വീണ്ടും ഒരു ലൈൻ വരച്ച് ആ ഒരു ഏരിയ നമ്മൾ ഫില്ല് ചെയ്ത് വിടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബോർഡർ ലൈനിലൊക്കെ വരയ്ക്കാനായിട്ട് നമ്മൾ ഈ ഒരു എലമെൻറ്റ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പൈറലാണ്. ഈ സ്പൈറൽ നമുക്ക് പേര് ചിലപ്പം മനസ്സിലാവില്ലായിരിക്കാം, കാണുമ്പോൾ നമ്മൾ അറബിക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്നതാണ്. ആദ്യം ഒരു റൗണ്ട് വരയ്ക്കുക. അതിനുശേഷം അകത്തൂടി ലൈൻസ് തട്ടാതെ ഉള്ളിലേക്ക് സ്വേൾ ടൈപ്പിൽ വരച്ച് വെക്കുക. ഇതാണ് സ്പൈറൽ. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് സ്പൈറൽ ഫ്ലവർ വരയ്ക്കാം. അതായത് ഈ സ്പൈറലും ഈ ഹംസും എല്ലാം കൊണ്ട് നമ്മൾ വരയ്ക്കുന്നതാണ് എന്ത് സ്പൈറൽ ഫ്ലവർ. അപ്പോൾ ആദ്യം ഒരു സ്പൈറൽ വരയ്ക്കുക. അതിനുശേഷം ഹംസ് അതിന് ചുറ്റുമായിട്ട് കൊടുക്കുക. ഈ ഹംസ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹമ്പ് നമുക്ക് കറക്റ്റിന് വരയ്ക്കാൻ വേണ്ടി ഒരു ടിപ്പുണ്ട്. അതായത് ഇതിൻ്റെ ആദ്യം നമ്മളൊരു സ്പൈറൽ വരച്ചതിന് ശേഷം ആ സ്പൈറലിൻ്റെ 4 ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു അടയാളം ഇടുക. അതിനുശേഷം ആ ഒരു മാർക്കുകൾ തമ്മിൽ യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് രീതിയിൽ ഹംസ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രില്ല് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രിൽസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പൈറൽ ഫ്ലവേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെയും ഫ്ലോറൽ എലമെൻറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു സ്പൈറൽ ഫ്ലവർ വരയ്ക്കുക. അതിന് മുകളിലായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളത് വരയ്ക്കുക. എന്നിട്ട് ഫ്രില്ലിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു ഫ്ലവറായിട്ട് നമുക്ക് എലമെൻ്റായിട്ട് ഉപയോഗിക്കാം. അത് കൂടാതെ ഈ നമ്മൾ നേരത്തെ ഫ്രില്ല് വരച്ചപ്പോൾ ഒരു ലൈൻ വരച്ചതുപോലെ നമുക്ക് ഈ ഒരു ഫ്രില്ലിന് മുകളിലായിട്ട് ആ ഒരു ലൈനിന് മുകളിലായിട്ട് ഒരു റൗണ്ടും കൂടി ചെയ്തിട്ട് ഷേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അടുത്തൊരു എലമെൻ്റായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇങ്ങനെ ഒരു സ്പൈറൽ ഫ്ലവർ വരയ്ക്കുക. അതിന് മുകളിലായിട്ട് ഒരു ഷേപ്പിൽ വീണ്ടും വീതിയുള്ള രീതിയിൽ വരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും ഒരു റൗണ്ട് വരയ്ക്കുക. റൗണ്ട് ലൈൻ കൊടുത്തതിന് ശേഷം ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ആ ഒരു നമുക്ക് ബാലൻസ് വന്നിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു സ്പേസിന് നമ്മൾ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതും ഒരു ഡിസൈനാണ്. ഇനി ഇതിന് ചുറ്റും ഒരു റൗണ്ടും കൂടി കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കമൻറ്റ് യുവർ ഡൗട്ട്സ് ആൻഡ് സജഷൻസ്. സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.